കിഡ്നാപ്പർ സാമോനെ വെടിവെച്ചിരുന്നോ ഇല്ലയോ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ലല്ലോ. അത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. തോക്ക് താഴെയിടാൻ പോലീസുകാരെല്ലാം ചുറ്റും നിന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും കിഡ്നാപ്പർ സാമോനെ വെടിവെക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെ അവൻ ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുന്നുണ്ട്. അതിനുശേഷം പോലീസുകാർ കിഡ്നാപ്പറെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ സംഭവം നടക്കുന്നതല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഹീജു ഇതിനെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതാണ്. അതേസമയത്ത് തന്നെ ഹ്യോക്ജിൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സാവൻ ഒരു പത്രസമ്മേളനം നടത്തി അവന്റെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർക്കായി വീതിച്ച് നൽകുകയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് സാമോൻ എത്തിയിട്ടുമില്ല. അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഹീജുവിനും അതിനെപ്പറ്റി അറിയില്ല. അവന്റെ ജോലി അവൻ റിസൈൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിയ സ്വത്തുക്കൾ മുഴുവൻ പലർക്കായി വീതിച്ച് നൽകുകയും ചെയ്തിരിക്കുകയാണ്. സാങ്വു വളർന്ന ഓർഫനേജിലേക്കും അവൻ വലിയൊരു വിഹിതം ഡൊണേഷനായി നൽകിയിട്ടുണ്ട്. യൂരിയും സാങ്വുവും കൂടി അവിടേക്ക് വന്ന സമയത്ത് സാങ്വു പറഞ്ഞാണ് യൂരി ഇതിനെപ്പറ്റി അറിയുന്നത്. സാമോൻ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ സംഭവങ്ങൾ ഇപ്പോൾ അവർ ഓർക്കുന്നതിലൂടെ കാണിക്കുന്നുണ്ട്. അന്ന് ഹീജുവിനെ തിരിച്ചു കിട്ടിയ ശേഷം സാമോന്റെ അമ്മയ്ക്ക് സഹായിയായി നിന്ന മിന്നിനെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഹീജുവും കിഡ്നാപ്പറും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അത് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് ആക്സിഡന്റ് പോലെ ചിത്രീകരിച്ചത് മിന്നായിരുന്നു. അത് മാത്രമല്ല ഹീജുവിന്റെ ചെരുപ്പും ഫോണും ഒക്കെ അപകടം നടന്ന സ്ഥലത്ത് കൊണ്ടിട്ടതും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹായി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കിഡ്നാപ്പർക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോഴാണ് കാണിക്കുന്നത്. അന്ന് ശരിക്കും പോലീസുകാർ അവനെ പിടികൂടാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നിരുന്നില്ല. അവസാനം അവർക്ക് അവനെ വെടിവെക്കേണ്ടി വന്നു. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ജയിലിലിരുന്നാണ് അവന്റെ അമ്മ ഈ വാർത്ത അറിയുന്നത്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പണ്ടെന്ന് എനിക്ക് സാധിച്ചില്ല, ഇപ്പോഴും അതിന് സാധിച്ചില്ല എന്നൊക്കെ ഓർത്ത് അവർ ഒരുപാട് കരയുന്നുണ്ട്. പണ്ട് അവനെ പൂട്ടിയിട്ടിരുന്ന അതേ തടവറയിൽ തന്നെ ഇപ്പോഴും അവനെ കൊണ്ടുവന്നാക്കിയത് അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. അതിനുള്ളിൽ സൂക്ഷിച്ചാൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെല്ലാം വെറുതെ ആയിരിക്കുകയാണ്. അവന്റെ വെടിയേറ്റിരുന്നെങ്കിലും അവന്റെ അച്ഛൻ കൊല്ലപ്പെട്ടിരുന്നില്ല. രാഷ്ട്രീയത്തിൽ ഇനി അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അയാൾ പിന്മാറാൻ തയ്യാറാവുന്നില്ല. പകരം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും വോട്ടുകളാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇനിയിപ്പോൾ ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റിയുള്ള വഴി. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തന്റെ കുടുംബ പാരമ്പര്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇലക്ഷനിൽ മത്സരിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അയാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അത്ര പൊട്ടരൊന്നും അല്ലല്ലോ. എന്തായാലും ഇലക്ഷനിൽ അയാൾ ഏറ്റവും പുറകിലാവുന്നു. ഫാദറിൻലോയെ കൊന്ന കേസിൽ സാമോന്റെ അമ്മയ്ക്ക് ജീവപര്യന്തം തടവാണ് ജഡ്ജി വിധിച്ചത്. പക്ഷെ തന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത താൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നതിനാൽ അവർ മരണശിക്ഷയ്ക്ക് തന്നെ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അവരുടെ സഹായിയായി നിന്ന മിൻ കുറ്റവാളിയാണെങ്കിലും ഹീജു അദ്ദേഹത്തെ ശിക്ഷിക്കാൻ അധികം ആഗ്രഹിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ ശിക്ഷ 5 വർഷമായി കുറയ്ക്കുന്നു. സാമോൻ എങ്ങോട്ടേക്കോ പോയിരിക്കുന്നതിനാൽ ഹീജു ഇപ്പോൾ തനിച്ചാണ്. പക്ഷെ അവൻ എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് അറിയാനായി മുമ്പ് അവന് സഹകരണമുണ്ടായിരുന്ന ആളുകളെയൊക്കെ കണ്ട് അവൾ അവനെ പറ്റിയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജയിലിൽ വന്ന് ദോജയും കാണുന്നുണ്ട്. അവൾ ഇടയ്ക്കിടെ അവിടെ ചെന്ന് അവനെ കാണാറുണ്ട്. അങ്ങനെ ഇത്തവണ ചെന്നപ്പോഴാണ് മുമ്പ് ആശുപത്രിയിലായിരുന്ന സമയത്ത് സാമോൻ പറഞ്ഞ കാര്യത്തെ പറ്റി ദോജ അവളോട് പറയുന്നത്. തന്റെ ലക്ഷ്യമെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നാണ് സാമോൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ ഹീജുവുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്കൊപ്പം നല്ലൊരു ജീവിതം നയിക്കണമെന്നാണല്ലോ അവൻ ആഗ്രഹിച്ചിരുന്നത്. അതിനെപ്പറ്റി എന്ന ഹോസ്പിറ്റലിൽ വെച്ച് സാമോൻ അവനോട് പറഞ്ഞിരുന്നതാണല്ലോ. അത് ദോജ ഹീജുവിനോട് പറയുന്നുണ്ട്. ഹീജു അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ മിസ്റ്റർ കാങ്ങിനെ മീറ്റ് ചെയ്യുന്നു. കാങ്ങും ദോജയും ഓഫീസിൽ റൈവൽസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അവൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കാങ് ഇടയ്ക്കിടെ വന്ന് ദോജയെ കാണാറുണ്ട്. അങ്ങനെ അവനെ കാണുന്നതിന് വേണ്ടി വന്നതാണ് ഇപ്പോഴും. ഹീജുവിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ കുറച്ച് സമയം കാങ് അവളോട് സാമോനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മുമ്പ് സാമോൻ അവരുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല ഉപദേശങ്ങളും കാങ്ങിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ അദ്ദേഹം ഹീജുവിനോട് പറയുന്നു. അങ്ങനെ കുറച്ച് സമയം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഹീജു അച്ഛനെയും കൊണ്ട് ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡുള്ള ഒരു സ്ഥലത്ത് പോയി കഴിക്കാനായിരുന്ന സമയത്താണ് മുമ്പ് ഒരു തവണ സാമോൻ അദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞ അവൾ അറിയുന്നത്. കാര്യങ്ങളുടെ അറ്റവും മൂലയും ഒക്കെ പറയുകയല്ലാതെ വ്യക്തമായിട്ടൊന്നും അദ്ദേഹം പറയാറില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അവൻ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് അവൾ പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇല്ല എന്നാണ് മറുപടി കിട്ടിയത്. അദ്ദേഹത്തെ തിരികെ കൊണ്ടാക്കിയ ശേഷം അവൾ വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇനി അവളെ കാണാനായി വന്നത്. ക്രിസ്മസ് അടുത്തെത്തിയിരിക്കുന്നു. ഹീജു ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുകയാണല്ലോ. അതുകൊണ്ട് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് ചീറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇനി വന്നിരിക്കുന്നത്. പക്ഷെ ഹീജു കൂടെ ചെല്ലാൻ തയ്യാറാവുന്നില്ല. അവളിങ്ങനെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കാതെ തങ്ങൾക്കൊപ്പം വീട്ടിൽ വന്ന് നിൽക്കാൻ ഇനി അവളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. അവൻ എപ്പോഴെങ്കിലും തിരികെ വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹീജു എതിർക്കുന്നു. അവൻ പോയിട്ട് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ തിരികെ വരാൻ പോകുന്നില്ല എന്ന് ഇനി അവളോട് പറയുന്നുണ്ട്. ഹീജു അവൾക്ക് മറ്റെന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇനെ കൂടുതലൊന്നും പറയാൻ തയ്യാറാവാതെ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ശരിക്കും സാമോൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാമോൻ സജസ്റ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് തന്നെയാണ് അവർ മീറ്റ് ചെയ്തത്. പക്ഷെ എന്താണ് സംസാരിച്ചതെന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ സാമോന്റെ ഫോണിലേക്ക് വിളിച്ച് അവനെ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഹീജുവിന് ഒരു ഇന്റർനാഷണൽ കോൾ വരുന്നത് കാണിച്ചിരുന്നല്ലോ. വിളിച്ചാൽ അവളോടൊന്നും സംസാരിക്കാതെ കോൾ കട്ടാക്കുന്നുണ്ടെങ്കിലും വിളിച്ചത് സാമോൻ ആണ് എന്ന് ഹീജുവിനൊരു തോന്നലുണ്ടാവുന്നു. അവൾ ഉടനെ തന്നെ ആ കൺട്രി കോഡ് വെച്ച് സെർച്ച് ചെയ്തപ്പോൾ അർഗാൻ എന്ന കൺട്രിയിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ആ സ്ഥലത്തെ പറ്റി മുമ്പ്
മുമ്പ് അവൾ സാവോൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അവൻ ആ സ്ഥലത്ത് വാർ കറസ്പോണ്ടന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അവിടെ അവന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നതാണ് ഹ്യോക്ജിൻ. അങ്ങനെയാണ് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയത്. അതുകൊണ്ട് തന്നെ അവൾ അടുത്ത ദിവസം തന്നെ ഹ്യോക്ജിനെ പോയി കണ്ട് ആ സ്ഥലത്ത് സാവോൻ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവളിങ്ങനെ തിരയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതേ സ്ഥലത്ത് നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾക്കൊരു കൊറിയർ കൂടി വന്നിരുന്നു. അവിടെയുള്ള ഒരു സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് അവളുടെ പേരിൽ 2 ബില്യൺ വൺ ആരോ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു. സാവോൻ തന്നെ ആയിരിക്കണം അത് ചെയ്തത് എന്ന് അവൾ ഊഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് സാവോൻ അവിടെ കാണാൻ സാധ്യതയുണ്ട് എന്ന് അവൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഹ്യോക്ജിനോട് ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. പക്ഷേ ഹ്യോക്ജിൻ അവളോട് ആദ്യം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ മടിക്കുന്നു. കാരണം അതൊരു വാർ സോൺ ആണ്. അവിടെ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. എല്ലാവർക്കും അങ്ങോട്ടേക്ക് കയറാൻ അനുമതിയില്ല. അവിടെ ചെന്ന് പെട്ടാൽ തന്നെ ഏത് നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പോകുന്ന ഐഡിയ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഹ്യോക്ജിൻ അവളെ വഴക്ക് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഹീജു അങ്ങനെ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. എന്തായാലും ഇവിടെ അവനെ വെയിറ്റ് ചെയ്തിരുന്നാണെങ്കിലും ഞാനൊരു ദിവസം മരിക്കും. അതിനേക്കാൾ നല്ലത് അങ്ങോട്ട് ചെന്ന് വെടികൊണ്ട് മരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും പറഞ്ഞുതരാൻ പറഞ്ഞ് അവൾ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ അവസാനം ഹ്യോക്ജിൻ അവൾക്ക് അവൻ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തെ പറ്റിയുള്ള ഐഡിയ കൊടുക്കുന്നു. ഹ്യോക്ജിൻ അതിനെപ്പറ്റി ഉറപ്പില്ല. പക്ഷേ സാവോൻ സൺസെറ്റ് കാണാൻ വളരെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഏറ്റവും ഭംഗിയായി സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ പതിവായി പോവാറുണ്ടായിരുന്നു. ദിവസവും അതിന്റെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. അവൻ അതെന്തോ ഭ്രാന്തമായ ഒരു ആവേശമാണ് നൽകാറുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഹ്യോക്ജിൻ അവളോട് പറയുന്നു. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഹീജു അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. കുട്ടിക്കാലത്ത് പട്ടിയെ പേടിച്ച് ഓടി റോഡിൽ മറിഞ്ഞു വീണ് കാല് പൊട്ടിയ സമയത്ത് അവൻ അവളെ പുറത്തെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നല്ലോ. ആ സമയത്തും ആകാശത്തേക്ക് നോക്കി സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്റെ കവിള് പോലെയാണ് ഇതിപ്പോൾ ചുമന്നിരിക്കുന്നത് എന്നൊക്കെ അവൻ അവളോട് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഹീജു ഇതിനിടയിൽ ഓർക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ സാവോൻ അർഗനിൽ കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഹീജു അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവൾ ഡൊണേഷൻ നൽകിയ ആ സൈൻ ലാംഗ്വേജ് സ്കൂളിൽ നിന്നുള്ള ഒരു ലെറ്റർ അവൾക്ക് കിട്ടിയിരുന്നല്ലോ. ആ അഡ്രസ്സ് അവളുടെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം അവൾ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ സാവോന്റെ ഫോട്ടോ കാണിച്ചിട്ട് അവനാണോ ഡൊണേഷൻ നൽകിയതെന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഡൊണേഷൻ നൽകിയ ആളിനെ അവിടെയുള്ള ആരും കണ്ടിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. അതിനുശേഷം ഹ്യോക്ജിൻ നേരത്തെ പറഞ്ഞ ആ സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട്. അത് അപകടം പിടിച്ച സ്ഥലമാണ് എന്ന് ആ ഉള്ള ആളും അവളോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൾ റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് പോയതാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ച് അവൾ ടെററിസ്റ്റുകളുടെ കയ്യിൽ പെടുകയും ചെയ്യുന്നു. അവിടെ നിന്ന് അവളെ പോലെ തന്നെ പിടികൂടിയ കുറെ ആൾക്കാരെയൊക്കെ കൂടി കണ്ണു കെട്ടി ഒരു വണ്ടിയിൽ എവിടെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി എങ്ങനെയോ ഇടിച്ചു നിൽക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഒരാൾ അവിടെ എത്തി അതിലുണ്ടായിരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നു. എല്ലാവരുടെയും കണ്ണിലെയും കയ്യിലെയും കെട്ടൊക്കെ അയച്ചാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷെ ഹീജുവിന്റെ മുന്നിൽ എത്തിയപ്പോൾ മാത്രം വന്നയാളെന്ന് സ്റ്റക്ക് ആവുന്നു. അവളുടെ കെട്ടുകൾ അഴിക്കാതെ തന്നെ അവളെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവളെ വണ്ടിയിൽ കയറ്റിയിരുത്തിയ ശേഷം എവിടെയൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അപ്പോഴേക്കും ടെററിസ്റ്റുകൾ അവരെ കണ്ട് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി വണ്ടി നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് ചെന്ന ശേഷം സേഫായ ഒരു സ്ഥലത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം അയാൾ ഹീജുവിന്റെ കയ്യിലെയും കണ്ണുകളിലെയും കെട്ടുകൾ അഴിക്കുന്നു. ഇപ്പോഴാണ് അത് ആരാണെന്ന് കാണിക്കുന്നത്. മറ്റാരുമല്ല, എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഇത് സാവോനാണ്. അവൻ തന്നെയാണ് അതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഹീജു ആകെ ഷോക്ക് ആയതുപോലെ ഇരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അന്വേഷിച്ച് വരരുത്, ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരികെ വന്നോളാമെന്ന് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ച് സാവോൻ ആദ്യമേ തന്നെ അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും ടെററിസ്റ്റുകളുടെ ഒരു വണ്ടി അതുവഴി പാസ് ചെയ്ത് പോകുന്നതിനാൽ സാവോൻ വേഗം അവളെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചിറക്കി വണ്ടിക്ക് മുന്നിലായി ഒളിച്ചിരിക്കുന്നു. അവർ അവിടെ നിന്ന് പോയി സേഫായി എന്ന് തോന്നിയപ്പോൾ വീണ്ടും അവൻ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നുണ്ട്. നീ എന്ന് മുതൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. നീ കാരണം എത്ര തവണ ഞാൻ എന്റെ പ്ലാനുകൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് അവൻ അവളെ കുറ്റപ്പെടുത്തുകയാണ്. കുറച്ച് സമയം കേട്ട് കഴിഞ്ഞപ്പോൾ ഹീജുവിന്റെ ക്ഷമ നശിക്കുന്നു. നീ കുറെ നേരമായല്ലോ നിന്റെ പ്ലാനുകളെ പറ്റി പറയുന്നു. നിന്നെ കണ്ടുമുട്ടിയ ശേഷം എന്റെ പ്ലാനുകളൊന്നും വർക്കായിട്ടില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് അത് നടന്നു. ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചും ദേഷ്യപ്പെടുന്നു. അങ്ങനെ കുറച്ച് സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്നതിനെ പറ്റി ഹീജു ചോദിക്കുന്നത്. അന്ന് സൈക്കോ അവന്റെ അടുത്ത് എന്തോ രഹസ്യമായി പറഞ്ഞിരുന്നല്ലോ, അതാണ് അവനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്താണ് അവൻ പറഞ്ഞതെന്ന് ഹീജു ചോദിക്കുന്നുണ്ട്. ഹീജുവിനും ഇനയ്ക്കുമൊക്കെ കുട്ടിക്കാലത്ത് ഒരു അപകടം സംഭവിച്ചിരുന്നല്ലോ. ആ അപകടത്തിൽ ഇനയുടെ സഹോദരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയത് സാവോന്റെ അച്ഛനായ ജാങ്കോ ആണ് എന്നാണ് കിഡ്നാപ്പർ അവനോട് പറഞ്ഞത്. അത് സാവോന്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കിയിരുന്നു. ഹീജു ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ല എന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ടാണ് അവളുടെ അടുത്ത് നിന്ന് കുറച്ചു കാലം മാറി നിൽക്കാൻ അവൻ തീരുമാനിച്ചത്. പോകുന്നതിന് മുമ്പ് ഇനയുടെ സഹോദരന്റെ മെമ്മോറിയൽ സ്ഥലത്ത് വെച്ച് അവൻ ഇനയുമായി മീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു ആക്സിഡന്റിന് ശേഷമാണല്ലോ ഹീജുവിന് സംസാരിക്കാതെ ഇരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അവളുടെ ലൈഫിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരൻ താനാണ് എന്നുള്ള കുറ്റബോധമാണ് ഇപ്പോൾ സാവോനുള്ളത്. ഹീജുവിനെ അതിനെപ്പറ്റി നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് അവൾ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായതാണ് എന്ന് ഇന പറഞ്ഞ് അന്ന് അവൻ അറിഞ്ഞിരുന്നു. പക്ഷെ സാവോന് സ്വന്തമായി ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വിട്ട് പോകാൻ അവൻ തീരുമാനിച്ചത്. ഇത് കാരണമാണോ നീ എന്നെ വിട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് ഹീജു ഇപ്പോൾ ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ 3 വർഷമായി ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം കൂടുതൽ സമയം
സമയം നമുക്കിടയിൽ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എത്ര കാലം ഞാൻ കാത്തിരിക്കണമെന്നാണ് നീ പറയുന്നത്? ആരെങ്കിലും നിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ അത് ചെയ്യേണ്ടത് ഞാനല്ലേ എന്നൊക്കെ ചോദിച്ച് ഹീജു വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നീ ഇപ്പോൾ എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് കാണാൻ വയ്യേ? നിന്നെ കണ്ടപ്പോൾ മുതൽ നിന്നെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ ഞാനത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് സാവോൻ വിഷമത്തോടെ പറയുന്നു. നീ വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തിക്കോ, പക്ഷേ ഇനി കൺട്രോൾ ചെയ്ത് നിൽക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞ ഹീജു പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അതോടെ സാവോനും പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവനും തിരിച്ച് കിസ് ചെയ്യാൻ തുടങ്ങുന്നു. യുദ്ധഭൂമിയിലാണെങ്കിലും അന്ന് രാത്രി രണ്ടുപേരും ഒരുമിച്ച് കഴിയുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വിവാഹ ദിവസം രാത്രി നടക്കേണ്ട അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ഇങ്ങ് യുദ്ധഭൂമിയിൽ വെച്ച് നടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഹീജു എൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. യോഗ്ജിൻ പറഞ്ഞതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന കൂടുതൽ ഫോട്ടോസും സൺസെറ്റിൻ്റേത് തന്നെ ആയിരുന്നു. നിന്റെ ഫോൺ മുമ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ലാത്തതിനാൽ എനിക്കിതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. നിനക്ക് എന്ന് മുതലാണ് ഇതിനോട് ഇങ്ങനെ ഇഷ്ടം തുടങ്ങിയത് എന്നൊക്കെ ഹീജു അവനോട് ചോദിക്കുന്നുണ്ട്. സൺസെറ്റ് കാണുമ്പോൾ എനിക്ക് ശരിക്കും നിന്നെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ നിന്റെ ചിത്രങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് സാവൻ അവളോട് പറയുന്നുണ്ട്. മുമ്പ് ഹീജുവിനൊരു ഇന്റർനാഷണൽ കോൾ വന്നിരുന്നല്ലോ. 604 എന്നായിരുന്നു ആ നമ്പർ തുടങ്ങിയിരുന്നത്. അത് കണ്ടപ്പോൾ മുമ്പ് 406 എന്ന നമ്പറിൽ നിന്ന് അവൾ അവനെ വിളിച്ചിരുന്നതിനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ടാണ് അത് സാവോനായിരിക്കും എന്നൊരു തോന്നൽ അവൾക്കുണ്ടായത്. അങ്ങനെയാണ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ തീരുമാനിച്ചത് എന്നൊക്കെ അവൾ അവനോടും പറയുന്നുണ്ട്. തന്റെ പേരിൽ എന്തിനാണ് 2 ബില്യൺ ആ സ്കൂളിൽ നൽകിയതെന്നും അവൾ അവനോട് ചോദിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അവളെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ 2 ബില്യൺ നഷ്ടപരിഹാരമായി നൽകണമെന്ന് മുമ്പ് അവളൊരു കോൺട്രാക്ട് കൊടുത്തതിനകത്ത് പറഞ്ഞിരുന്നല്ലോ. അത് അംഗീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് സാവോൻ സമ്മതിക്കുന്നു. കാരണം സാവോൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. സാവോൻ അല്ലാത്ത ഞാൻ നിന്നെ ഇനി വിവാഹം കഴിക്കും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്തായാലും അവൻ ആഗ്രഹിച്ചതുപോലെ രണ്ടുപേരും വീണ്ടും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തിരികെ നാട്ടിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ദിവസം അവർ ക്ഷണിച്ചതനുസരിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സാങ്ങുവും യൂരിയും പിന്നെ ഹിജുവിനോട് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു സീനിയറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവരെല്ലാരും കൂടിയാണ് വന്നിരിക്കുന്നത്. പുതിയ വീട്ടിലാണ് ഇപ്പോൾ ഹിജുവും സാവോനും താമസിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കിയത് സാവോനാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നു. ഹ്യോഗ്ജിനും അവർക്കൊപ്പമുണ്ട്. സാവോൻ അവന്റെ പേരും മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പാക് യുഎയോൺ എന്ന പുതിയൊരു പേര് സ്വീകരിച്ചിരിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. അവൻ ഇനി പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് എന്നാണ് തിരികെ എത്തുന്നതെന്ന് ഗാങ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇനി തിരികെ അങ്ങോട്ടേക്കില്ല, മറ്റൊരു ജോലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സാവോൻ അറിയിക്കുന്നു. എന്ത് ജോലിയാണെന്ന് അവരോട് ഇപ്പോൾ പറയുന്നില്ല. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് യൂരിയും സാങ്മുവും പറയുന്നുണ്ട്. അവർ ഇങ്ങനെ ഒരുമിച്ച് നടന്ന് രണ്ടുപേരും കൂടി ഇഷ്ടത്തിലായിരിക്കുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെയാണ് പിരിഞ്ഞത്. ഫുഡൊക്കെ ഉണ്ടാക്കിയത് സാവോൻ ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് മറ്റും ഹീജു ആണ്. ഹീജു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ വീണ്ടും ജോലി ചെയ്യാൻ പോകാൻ തീരുമാനിച്ച വിവരം ഈ സമയത്ത് സാവോനോട് പറയുന്നുണ്ട്. ആ ജോലി ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്നതാണ്. അവരെന്നെ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോകാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവൾ അറിയിക്കുന്നു. സാവോന് പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ വീട്ടിലിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. വീട് കൂടുതൽ ആക്റ്റീവ് ആവണമെങ്കിൽ ഇവിടെ കൂടുതൽ അംഗങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങാമെന്ന് പറഞ്ഞ് അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു. സാവോന്റെ വളർത്തച്ഛൻ ഇപ്പോൾ സിറ്റിയിൽ തന്നെ ഒരിടത്ത് സെറ്റിൽ ആയിരിക്കുന്നു. അവിടെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തുകയാണ് അദ്ദേഹം. സാവോൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നുണ്ട്. അവന് മുമ്പ് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫിഷ് കൊണ്ടുള്ള ഡിഷ് അദ്ദേഹം അവനുണ്ടാക്കി നൽകുന്നു. പക്ഷെ അന്ന് ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് ശരിക്കുള്ള സാവോനെ അവന്റെ മുത്തശ്ശൻ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടതിന് ശേഷം സാവോന് ഫിഷ് കഴിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ അതിന് മടി പറയുന്നുണ്ടെങ്കിലും പിന്നീട് അത് ട്രൈ ചെയ്യുന്നു. ഹിജുവും അവളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പോയി കാണുന്നുണ്ട്. സാവോനുമായിട്ടുള്ള വിവാഹം വീണ്ടും കഴിഞ്ഞതിനെ പറ്റി കാരണപ്പോൾ ആദ്യം അമ്മ അവൾ അത് നേരത്തെ പറയാതിരുന്നതിന് എതിർപ്പ് പറയുന്നുണ്ട്. പക്ഷെ അവളുടെ സന്തോഷം കാണാനാണ് അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. മുമ്പ് ഒരിക്കലും അത് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ അവൾ സന്തോഷവതിയാണെന്ന് നിനക്ക് കണ്ടുകൂടെ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവർ സ്വയം സമാധാനിക്കുന്നു. മാത്രമല്ല സാവോൻ അവളുടെ കാര്യത്തിൽ നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്ന് അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലോ. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തെ ഇപ്പോൾ അമ്മ എതിർക്കുന്നില്ല. അവർക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഹീജു അവിടെ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ പുറത്ത് അവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന ഇനി അവളെ പിടിച്ചു നിർത്തിയിട്ട് അവളോട് സോറി പറയുന്നു. ഇത്രയും കാലം ഹീജു സംസാരിക്കാതെ ഇങ്ങനെ കഴിയേണ്ടി വന്നത് ഒന്നോർത്താൽ ഇന കാരണമാണല്ലോ. അതെല്ലാം മറന്നിട്ട് ഇപ്പോൾ ഹീജുവുമായി നല്ല ബന്ധമുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ക്ഷമ പറയുന്നത്. ഹീജു പക്ഷെ അതൊക്കെ ക്ഷമിക്കാൻ എപ്പോഴേ തയ്യാറായിരുന്നു. കഴിഞ്ഞതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് വെറുതെ ജീവിതം നശിപ്പിച്ചു കളയാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇപ്പോൾ മുന്നിലുള്ള ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ഹീജു ഇനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീജു വീണ്ടും ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സാവൻ റെസിഡൻഷ്യൽ ഓഫീസിലേക്ക് തിരികെ പോവാതെ മറ്റൊരു ജോലി സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. വാർ നെഗോഷിയേറ്റർ ആയിട്ടാണ് അവൻ ഇപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. മുമ്പും അതേ ജോലി തന്നെ അവൻ ചെയ്തിട്ടുണ്ട്. ആ ഫീൽഡിൽ അവൻ വളരെ മിടുക്കനുമാണ്. പക്ഷെ ഇങ്ങനെ യുദ്ധകാര്യങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ
പോകുമ്പോൾ ഹിജുവിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല അവന്റെ സേഫ്റ്റിയെ പറ്റി ഓർത്തും അവൾ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ സാവോന് ആ ടെൻഷനൊന്നുമില്ല. അവൾ എത്ര ദൂരത്താണെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവൻ അവളെ വിളിക്കാറുണ്ട്. അവന്റെ സഹായത്തിന് ഇപ്പോൾ ദോജയും അവന്റെ ഒപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഒരു കപ്പിൾ എന്ന രീതിയിൽ മുമ്പ് ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ഹിജുവും സാവോനും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് വെൻ ദി ഫോൺ റിങ്സ് എന്ന ഈ ഡ്രാമ അവസാനിക്കുകയാണ്. മൂൺലൈറ്റ് മിസ്റ്റിക് എന്ന ഡ്രാമയ്ക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടി നമ്മുടെ 2 ചാനലും നഷ്ടപ്പെട്ടു പോയ വിവരം കൂട്ടുകാരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ആ ചാനൽ നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള സമയത്ത് ഞാൻ അതിൽ പോസ്റ്റൊക്കെ ഇട്ടത് കണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേർ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊന്നും നമ്മുടെ ചാനൽ ഒരു തരത്തിലും കിട്ടാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാർ മാക്സിമം സപ്പോർട്ട് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ആ ഡ്രാമ ഇനി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 2 ചാനൽ അടിച്ചു പോയെങ്കിൽ ആ ഡ്രാമ നിർത്താൻ മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങിയതായിരുന്നു. അതുകൊണ്ട് വേറെ ചാനലുണ്ടാക്കി ആ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആ ചാനലും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും മാക്സിമം ശ്രമിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.